പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യത്തിന് തിരിതെളിഞ്ഞു. വൃശ്ചികം 1 മുതൽ ഇനി 10 ദിവസം കടവല്ലൂർ ദേശം വേദമന്ത്രധ്വനികളാൽ മുഖരിതമാകും. തിരുനാവായ യോഗത്തിലെയും തൃശ്ശിവപേരൂർ യോഗത്തിലെയും വേദപണ്ഡിതർ തമ്മിൽ നടക്കുന്ന ഋഗ്വേദ വേദ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ ഓൺലൈനായി നിർവഹിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് വേദജ്ഞരുടെ പ്രാർത്ഥനയോടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ കെ പി അജയൻ, കെ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ ചടങ്ങിന് സ്വാഗതവും സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് രാജേഷ് ചേർത്തലയും സംഘവും അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ വിസ്മയവും ഉണ്ടായിരുന്നു. നമസ്കാരം. പ്രിയ സഹോദരി സഹോദരന്മാരെ, all other dignitaries, all our revered rishis, santa, scholars who have gathered here for Kadavallura Anyonyam. I welcome all of you here, and my first apologies to you all. In fact, I wanted to be here physically amongst you, but some circumstances did not permit me to be with you here. For this very convention, for this event, my best wishes are always with you. The very function, the theme of this function is Anyonyam, that is the dialogue on various issues and aspects of our culture, particularly the Veda, which have been here for centuries and millions of years, propagating knowledge not only to this land but for the world. The Veda, which we say are 4 in number, have always been preserved by the technique of reciting, and it has been made by heart by others shishya, and propagating the themes, principles and spirituality of our Vedic culture. I hope the same culture which we have been propagating and following will be followed throughout our country, and our Kerala will be having a guiding position in the field for next coming centuries. Nanni, namaskaram. നഗരമധ്യത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുന്നംകുളം ഒനീറോ ജംഗ്ഷന് സമീപത്ത് ഞായറാഴ്ച വൈകിട്ട് 6:30യോടെയാണ് അപകടം നടന്നത്. തൃശൂർ ദിശയിൽ നിന്നും വന്ന കാർ വൺ വേ തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ യുവാവ് പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. പഴഞ്ഞി അയ്യൂർ സ്വദേശിയായ യുവാവാണ് കാറിലുണ്ടായിരുന്നത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മാതാവിന്റെ അടുത്തുനിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആശുപത്രിയിലായിരുന്നതിനാൽ ഉറക്കക്ഷീണമുണ്ടായിരുന്നു. ഇയാൾ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ച് മറിഞ്ഞ ഹ്യുണ്ടായ് ഇയോൺ കാർ സ്ഥലത്തുനിന്ന് നീക്കി. വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ,
ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കർ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് തുടക്കമായി. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രൊഫസർ പാൽക്കുളങ്ങര K അംബികാദേവിക്ക് സമർപ്പിച്ചു. ഡോക്ടർ MV നാരായണൻ കൃഷ്ണഗീതി ദിന പ്രഭാഷണം നടത്തി. ശ്രീമാനവേദ സുവർണമുദ്ര കൃഷ്ണനാട്ടം ഇടയ്ക്ക വിഭാഗം കലാകാരൻ VM സുധാകരനും വാസു നെടുങ്ങാടി എൻഡോമെന്റ് സുവർണമുദ്ര കൃഷ്ണനാട്ടം വേഷം കലാകാരൻ KM മനീഷിനും സമ്മാനിച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു സംഗീത മണ്ഡപത്തിൽ സ്ഥാപിച്ചു. പുരസ്കാരാർത്ഥിയെ സ്വീകരിക്കുകയും അത് ഇന്ന് 1983 ജനനം. 1991 ജൂലൈ 1 ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രത്തിൽ വേഷവിഭാഗത്തിൽ ചേർന്നു. അറിയിക്കുന്നു. പുന്നയൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടത്തിയ അശാസ്ത്രീയമായ നവീകരണത്തിനെതിരെ മേഖലയിലെ വിവിധ ക്ലബ്ബുകൾ സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് വിവിധ ക്ലബ്ബ് അംഗങ്ങൾ പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായത്. കഴിഞ്ഞ മാസം 27-ന് മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്ത ഗ്രൗണ്ടിന് കൃത്യമായ പൂർണ്ണതയില്ലെന്നും സെവൻസിന് വേണ്ടി നിർമ്മിച്ച ഗ്രൗണ്ട് ഇപ്പോൾ ഫൈവ്സ് കളിക്കാൻ മാത്രം വലിപ്പമുള്ളതായി ചുരുങ്ങിയെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. നിലവിലുണ്ടായിരുന്ന ഗ്രൗണ്ടിന് പുറത്ത് ശൗചാലയം നിർമ്മിക്കാമെന്നിരിക്കെ ഇതിനു മുതിരാതെ ഗ്രൗണ്ടിനുള്ളിൽ തന്നെ ശൗചാലയം നിർമ്മിച്ചതാണ് ഗ്രൗണ്ടിന്റെ വിസ്തൃതി കുറയ്ക്കാൻ പ്രധാന കാരണമായത്. നിലവിലുണ്ടായിരുന്ന ഗ്രൗണ്ട് 1 കോടി രൂപ ചിലവിട്ടാണ് നവീകരണം നടത്തിയത്. ഗ്രൗണ്ട് നവീകരണം കഴിഞ്ഞപ്പോൾ നിലം നിരപ്പില്ലാതെയായി. ഫ്ലഡ് ലൈറ്റ് തൂണുകൾ ഉറപ്പിച്ച കോൺക്രീറ്റ് ഗ്രൗണ്ടിനുള്ളിലേക്ക് തള്ളി നിൽക്കുകയാണ്. ഇത് അപകട ഭീഷണി ഉയർത്തുന്നതായും പ്രതിഷേധക്കാർ ആരോപിച്ചു. അശാസ്ത്രീയമായ രീതിയിലാണ് ഗ്രൗണ്ട് നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. പുന്നയൂർ പഞ്ചായത്തിലെ കളിസ്ഥലം മുരടിപ്പിച്ചവർക്കെതിരെ പുന്നയൂർ പഞ്ചായത്തിലെ ക്ലബ്ബുകൾ ഒറ്റക്കെട്ടാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. വിവിധ ക്ലബ്ബ് പ്രതിനിധികളായ TA ഷാഹിദ്, മിർഫാദ് മൊയ്തു, ജംഷാദ്, അനീസ്, സുഹാസ്, നാദിർ, ആദിൽ യൂസഫ്, റാഫി എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വേലൂർ, കാട്ടാക്കമ്പൽ, കുന്നംകുളം എന്നീ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെ കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിവാശിയാണ് ഐക്യത്തിന് തടസ്സമെന്നും യോഗം കുറ്റപ്പെടുത്തി. യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ജോർജ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, ബിജു പാപ്പച്ചൻ, ഡേവിസ് വേലൂർ, വിൽസൺ ചെറുവത്തൂർ, ബാബു വേലൂർ, സിറിൽ P ജോൺ, രാജൻ പഴുന്നാൽ, ബിജോയ് മണ്ടുമ്പാൽ, കുഞ്ഞൻ പെരുന്തുരുത്തി, ബെൻസൺ ബാബു എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിന് വനിതാ കൺവീനർ ലിഷ ബിജു നന്ദി പറഞ്ഞു. മമ്മിയൂർ ദേശവിളക്ക് ഡിസംബർ 13-ന്. മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തുന്ന ദേശവിളക്കിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. ഡിസംബർ 13 ശനിയാഴ്ചയാണ് ദേശവിളക്ക്. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, കേളി എഴുന്നള്ളിപ്പ്, പ്രതിഷ്ഠാകർമ്മം, പുഷ്പാഭിഷേകം എന്നിവ ഉണ്ടാകും.
തുടർന്ന് കൃഷ്ണകുമാർ, ശശി മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ അഷ്ടപതിയും ഗുരുവായൂർ മുരളി ആൻഡ് പാർട്ടിയുടെ നാദസ്വര കച്ചേരിയും ഉണ്ടാകും. രാവിലെ 10 മണിക്ക് ഗംഗാ ശശിധരവും സംഘവും അവതരിപ്പിക്കുന്ന വയലിൻ വിസ്മയവും 10:30 അന്നദാനവും ആരംഭിക്കും. വൈകിട്ട് 6 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്ന് ഗജവീരന്മാരുടെയും താലങ്ങളുടെയും അകമ്പടിയോടെ പഞ്ചവാദ്യ നാദസ്വര മേളത്തോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. പട്ടിശ്ശേരി മങ്ങാട്ട് വീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക വിളക്ക് സംഘമാണ് വിളക്ക് പാർട്ടി. പഞ്ചവാദ്യത്തിന് പരക്കാട് തങ്കപ്പൻ മാരാർ നേതൃത്വം വഹിക്കും. വിളക്ക് കുറിക്കൽ ചടങ്ങിൽ മമ്മിയൂർ അയ്യപ്പ ഭക്തം സംഘം പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, സെക്രട്ടറി പി സുനിൽകുമാർ, ഭാരവാഹികളായ കോമത്ത് നാരായണ പണിക്കർ, അനിൽകുമാർ ചിറക്കൽ, മുള്ളത്ത് രാജഗോപാൽ, ഒ രതീഷ്, കെ രാധാകൃഷ്ണൻ, AV ഉണ്ണികൃഷ്ണൻ, പ്രഭാകരൻ മങ്ങാട്, മുരളീധരൻ പാരാത്ത്, OK നാരായണൻ നായർ, ചീരടത്ത് ബാലചന്ദ്രൻ, ശോഭന കൂട്ടത്തിങ്കൽ, സരള മുള്ളത്ത്, ബിന്ദു നാരായണൻ, പ്രമീള ശിവശങ്കരൻ, സന്തോഷ് പാവറട്ടി, ഉണ്ണികൃഷ്ണൻ പല്ലത്ത്, ഹരിദാസ് പനങ്ങാവിൽ എന്നിവർ പങ്കെടുത്തു. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടവല്ലൂർ പഞ്ചായത്ത് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. 22 വാർഡുകളിൽ CPIക്ക് നീക്കിവെച്ച 10ാം വാർഡ് അറയ്ക്കൽ ഒഴികെ പഞ്ചായത്തിലെ 21 വാർഡുകളിലേക്കും 3 ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുമുള്ള CPIM സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീട് നടക്കും. കൊരട്ടിക്കര നെസിക്കോ പാലസിൽ LDF പഞ്ചായത്ത് കൺവീനർ MN മുരളീധരന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി K കൊച്ചനിയൻ, കടവല്ലൂർ നോർത്ത് സൗത്ത് ലോക്കൽ സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 10ാം വാർഡ് ഒഴികെ 21 വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും 3 ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലേക്ക് വാർഡ് 1 കടവല്ലൂർ AP ബിന്ദു, 2 വടക്കുമുറിയിൽ നസ്രത്ത് അബൂബക്കർ, 3 കല്ലുംപുറത്ത് ഫസീല ഹസൻ, 4 വട്ടമാവിൽ രജിത ആനന്ദൻ, 5 കോടത്തുംകൊണ്ടിൽ TA ശശി, 6 പാതാക്കര PR രേഷ്മ, 7 കൊരട്ടിക്കര പ്രഭാത് മുല്ലപ്പള്ളി, 8 ഒറ്റപ്പിലാവ് ഹസീന അഷറഫ്, 9 മണിയറക്കോട് KM സെലി, 11 തിപ്പിലിശ്ശേരി KK ശാന്തകുമാരി, 12 പള്ളിക്കുളം വിദ്യ ഷിജു, 13 ആൽത്തറ ആതിര മനീഷ്, 14 പുത്തൻകുളം ദിനേഷ് കരിപ്പാലി, 15 പെരുമ്പിലാവ് VK റസാഖ്, 16 പൊറവൂർ TM പ്രതീഷ്, 17 പരുവക്കുന്ന് സുഹറ സലീം, 18 കരിക്കാട് ഈസ്റ്റ് PK കോമളം, 19 കരിക്കാട് AA അഫ്സൽ, 20 വില്ലന്നൂർ ബിന്ദു ധർമ്മൻ, 21 കോട്ടോൽ PA ജിഷാർ, 22 കടവല്ലൂർ സെന്റർ PM നിഷിൽ കുമാർ എന്നിവരെയും പഞ്ചായത്തിലെ 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് കടവല്ലൂർ ഡിവിഷനിൽ പ്രജിത് കുമാർ, പെരുമ്പിലാവ് റംഷിയ ഷിഹാബ്, തിപ്പലശ്ശേരിയിൽ ഘോഷ് പൂവത്തിങ്കൽ എന്നിവരെയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ ഹാരാർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കും. കുന്നംകുളം നഗരസഭയിൽ 3ാം തവണയും ഭരണനേതൃത്വം തങ്ങളുടെ കൈകളിലാകണമെന്ന ലക്ഷ്യത്തോടെ 39 വാർഡുകൾ ഉള്ള നഗരസഭയിൽ 36 വാർഡുകളിലേക്ക് ഇടതുമുന്നണി ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിലവിലെ കൗൺസിലർമാരിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ എന്നിവർ മാത്രമാണ് ഇത്തവണയും മത്സരിക്കുന്നത്.
അടുത്ത നഗരസഭാ ഭരണ നേതൃത്വം വനിതാ സംവരണമായതിനാൽ സൗമ്യ തന്നെയായിരിക്കും ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയും. മുൻ നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശും പാർട്ടി നേതൃനിരയിൽ നിന്നും ഇത്തവണ മത്സര രംഗത്തുണ്ട്. NCP 2, കേരള കോൺഗ്രസ് 1, CPI 1 എന്നിങ്ങനെയാണ് ഘടകകക്ഷികൾക്ക് സീറ്റ് വിഭജിച്ച് നൽകിയിട്ടുള്ളത്. ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. മത്സര സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെയാണ്. വാർഡ് 1 മുതുവമ്മൽ ഷനോഫ്, 2 ചെറുവത്താനി രുദ്ര രജീഷ്, 3 കിഴൂർ സൗത്ത് ലാൽകൃഷ്ണ, 4 കിഴൂർ നോർത്ത് സൗമ്യ അനിലൻ, 5 കിഴൂർ സെൻറ്റർ PG ജയപ്രകാശ്, 6 വൈശ്ശേരി ഷീബ സുധീഷ്, 7 നടുപ്പന്തി സിമി ലാസറസ്, 8 കക്കാട് MS സുനീഷ്, 9 മുന്നിമട പങ്കജാക്ഷൻ, 10 അയ്യപ്പത്ത് മറിയാമു പ്രദീപ്, 11 അയ്യമ്പറമ്പ് T. സോമശേഖരൻ, 12 മീമ്പിക്കുളം അനിൽകുമാർ, 13 ചെറുകുന്ന് ഡോക്ടർ സിജു P. ജോൺ, 14 ഉരുളിക്കുന്ന് രമ്യരാജൻ, 15 ചൊവ്വന്നൂർ TR ശ്രീജിത്ത്, 16 കാണിപ്പയൂർ നോർത്ത് ജയശ്രീ ജയപ്രകാശ്, 17 കുന്നംകുളം ടൗൺ അനിത ടീച്ചർ, 18 കാണിപ്പയൂർ സൗത്ത് അഞ്ജു K. തോമസ്, 19 ആനായ്ക്കൽ നന്ദിനി ബാബുരാജ്, 20 കാണിയാമ്പാൽ ഗ്രീഷ സുധാകരൻ, 21 നെഹ്റു നഗർ ബിജി അജിത് കുമാർ, 24 കുറുക്കൻപാറ ആർഷ, 25 ആർത്താറ്റ് ഈസ്റ്റ് സുജ ജെയ്സൺ, 26 ചീരംകുളം PP സുബ്രഹ്മണ്യൻ, 27 പൊർക്കളയങ്ങാട് ശ്രീജ പ്രജി, 28 ഇഞ്ചിക്കുന്ന് ദിവ്യ സുരേഷ്, 29 ചെമ്മണ്ണൂർ നോർത്ത് പുഷ്പ ജോൺ, 30 ചെമ്മണ്ണൂർ സൗത്ത് OG ബാജി, 31 ആർത്താറ്റ് സൗത്ത് രജി സതീശൻ, 32 തെക്കൻ ചിറ്റന്നൂർ KA സത്യൻ, 33 അഞ്ഞൂർക്കുന്ന് വിദ്യ അഭിലാഷ്, 35 കാവിലക്കാട് ബിന്ദു സുനിൽ, 36 ചിറ്റന്നൂർ PV രഞ്ജിത്ത്, 37 ആലത്തൂർ അജീഷ് മുള്ളത്ത്, 38 അഞ്ഞൂർ പാലം ദിലീപ് പുളിക്കൽ, 39 വടുതല AK നാസർ. ഇന്ന് ഉച്ചയ്ക്ക് പാർട്ടി ആസ്ഥാനത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജിയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ഏരിയ സെക്രട്ടറി കൊച്ചനിയൻ, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സീത രവീന്ദ്രൻ, PM സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. തൃശൂർ പോട്ടയിൽ 9 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഹിൽത്തർ സേഖ്, നൂർ ഇസ്ലാം എന്നിവരാണ് സിറ്റി ഡാൻസ് ഓഫിന്റെ പിടിയിലായത്. വെസ്റ്റ് ബംഗാളിൽ നിന്നും കോയമ്പത്തൂരിലെത്തിച്ച കഞ്ചാവ് ബൈക്ക് മാർഗമാണ് ഇരുവരും പോട്ടയിൽ എത്തിച്ചത്. തൃശൂർ സിറ്റി ഡാൻസ് ഓഫിന് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇവരെ പിടികൂടിയത്. തുടർ നടപടികൾക്കായി ഇരുവരെയും ചാലക്കുടി പോലീസിന് കൈമാറി. തൃശൂർ അതിരപ്പിള്ളിയിൽ കാർ താഴ്ചയിലേക്ക് പതിച്ചു. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കാർ പാർക്കിൽ നിന്നാണ് കാർ 50 അടിയോളം താഴ്ചയിലേക്ക് വീണത്. കാറിൽ ഉണ്ടായിരുന്ന 9 പേർക്കും പരിക്കേറ്റു. ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. പാർക്കിങ്ങിൽ കാർ തിരിക്കുന്നതിനിടെ അപകടത്തിൽ താഴേക്ക് പതിക്കുകയായിരുന്നു. ടൊയോട്ട ഫോർച്യൂണൽ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഫോട്ടോ ഫ്രെയിം നിരക്കിൽ ഇപ്പോൾ സ്വന്തമാക്കാം അക്രിലിക് UV HD പ്രിന്റുകൾ. കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകളുടെയും ഫ്രെയിം വർക്കുകളുടെയും വലിയ കളക്ഷനുമായി പാറയമ്പാടത്ത് ഈ വരുന്ന നമ്പർ 16 മുതൽ തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നു ഫ്രെയിം പബ്. ഫോട്ടോ ഫ്രെയിംസ്, നെയിം ബോർഡ്സ്, അറബിക് കാലിഗ്രഫി, കസ്റ്റമൈസ്ഡ് അക്രിലിക് ക്ലോക്കുകൾ, മിനിയേച്ചേഴ്സ് തുടങ്ങി ഒരുപാട് കളക്ഷൻസ്, അതും സാധാരണക്കാർക്ക് അനുയോജ്യമായ വിലയിൽ. കൂടാതെ ഹോൾസെയിൽ പർച്ചേസുകൾക്കും സ്റ്റുഡിയോ ഫ്രെയിമുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇനി വാങ്ങാം മനസ്സിനിണങ്ങിയ സമ്മാനങ്ങൾ. ഫ്രെയിം ഹബ് നിയർ കോപ്പറേറ്റീവ് ബാങ്ക്, പാറയമ്പാടം. തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ മണ്ഡലമാസകാല ആഘോഷത്തിന് തുടക്കമായി. കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ 41 ദിനങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മണ്ഡലകാല ആഘോഷത്തിന് തുടക്കമായി. മണ്ഡലകാല സമാപന ദിനമായ ഡിസംബർ 27 ക്ഷേത്രത്തിൽ മഹാദേശ പൊങ്കാല നടത്തും.
അതിനായി ചേർന്ന സത്സംഗ സദസ്സ് പ്രമുഖ മോട്ടിവേറ്ററും സൈക്കോളജിസ്റ്റുമായ ആശ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസമിതി പ്രസിഡന്റ് ശശി വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. ആദ്യ പൊങ്കാല കൂപ്പൺ വിതരണോദ്ഘാടനം മാതൃസമിതി പ്രസിഡന്റ് പ്രേമ വിശ്വനാഥിന് നൽകി ആശ സുരേഷ് നിർവഹിച്ചു. ക്ഷേത്രസമിതി ജോയിന്റ് സെക്രട്ടറി ബാലൻ വാർനാട്ട് ആമുഖപ്രസംഗം നടത്തി. വൈസ് പ്രസിഡന്റ് സേതു തിരുവെങ്കിടം മുഖ്യപ്രഭാഷണം നടത്തി. ശിവൻ കണിച്ചാടത്ത്, രാജു കൂടത്തിങ്കൽ, ടി.കെ. അനന്തകൃഷ്ണൻ, പി. രാഘവൻ നായർ, ഇന്ദിര കിടുവത്ത്, ബിന്ദു ഹരി എന്നിവർ സംസാരിച്ചു. ക്ഷേത്രത്തിൽ നവംബർ 17 മുതൽ ഡിസംബർ 27 വരെ വിശിഷ്ടമായ പകൽപ്പാന ഉണ്ടാകും. കാട്ടാക്കാമ്പൽ ഗ്രാമപഞ്ചായത്ത് കരിയാമ്പ്ര 14-ാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പഴഞ്ഞി വൺവേ ജംഗ്ഷനിൽ ബ്രാഞ്ചിലെ മുതിർന്ന പാർട്ടി അംഗം CK ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് സെക്രട്ടറി KR ബിനോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, LDF പഞ്ചായത്ത് സെക്രട്ടറി TC ചെറിയാൻ, KK സുനിൽകുമാർ എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി പുഷ്പലത സ്വാഗതവും റെജിമോൻ മാഷ് നന്ദിയും പറഞ്ഞു. കേരള ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ, തൃശൂർ ജില്ലാ ദേശീയ ഹരിതസേന എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ത്രിദിന പ്രകൃതി പഠന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാവക്കാട് ശിക്ഷക് സദനിൽ നടന്ന ക്യാമ്പിൽ ജില്ലയിലെ 35ഓളം സ്കൂളുകളിൽ നിന്നായി 60 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഡോക്ടർ CL ജോഷി, ഡോക്ടർ ജെയിൻ ജെ തേറാട്ടിൽ, PP ശ്രീനിവാസൻ, MV ഷക്കീൽ, പാർവതി നമ്പലാട്ട് എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചു. പ്രകൃതി പഠനത്തിന്റെ ഭാഗമായി ചാവക്കാട് കടൽത്തീരം, മുതുവട്ടൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടം, ആനക്കോട്ട, ആലാപ്പാലം, അഴിമുഖം, കടൽഭിത്തി, ചക്കം കണ്ടത്തെ കണ്ടൽക്കാടുകൾ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. പരിസ്ഥിതിയും കടലും, കോൾപ്പാടത്തെ ജലപക്ഷികൾ, കടൽ മത്സ്യ ലഭ്യതക്കുറവ്, കടലാമയറിവുകൾ, കണ്ടൽക്കാടുകളുടെ നിലനിൽപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആലാപ്പാലത്തെ ജലപക്ഷികളായ ഞാറക്കുളക്കൊക്ക്, ചായമുണ്ടി, കുളക്കോഴി, നീലക്കോഴി, നെല്ലിക്കോഴി, മീൻമൂങ്ങ, മണ്ണാത്തിപ്പുള്ള, കാക്കത്തമ്പുരാട്ടി, ചൂളനിരണ്ട, നീർക്കാക്ക എന്നിവരെ പക്ഷി നിരീക്ഷകൻ PP ശ്രീനിവാസൻ പരിചയപ്പെടുത്തി. പാർവതി നമ്പലാട്ട്, സ്മിത, ക്രിസ്റ്റോ ജോസ്, മരിയ രശ്മി, ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ NJ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യും. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും, പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. ശബരിമല തീർത്ഥാടകരെ വരവേറ്റ് ഗുരുവായൂർ ദേവസ്വം, വിരിവെക്കാൻ പുതിയ പുൽപ്പായകൾ. ഗുരുവായൂരിലെത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് ദർശനത്തിനും വിശ്രമത്തിനും ദേവസ്വം സൗകര്യമൊരുക്കി. തീർത്ഥാടകർക്ക് വിരിവെക്കാൻ ക്ഷേത്രം വടക്കേ നടയിലാണ് ദേവസ്വം പ്രത്യേക സ്ഥലം ഒരുക്കിയത്. വിരിവെക്കാൻ പുതിയ പുൽപ്പായയും എത്തി. അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള പുൽപ്പായ സമർപ്പിച്ചത് അഖില ഭാരതശ്രീ ഗുരുവായൂരപ്പ സമിതിയാണ്. ഭാരവാഹികളായ സജീവൻ നമ്പ്യത്ത്, VS സുനീവ് എന്നിവരിൽ നിന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ എന്നിവർ പുൽപ്പായ ഏറ്റുവാങ്ങി. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ്, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ മോഹൻകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി.
ചാലിശ്ശേരി ഗ്രാമത്തിന്റെ വലിയ പെരുന്നാളായ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളി ശിലാസ്ഥാപന പെരുന്നാളിന്റെ സുഗമമായ നടത്തിപ്പിനായി ചാലിശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ സംയുക്ത ആഘോഷ കമ്മിറ്റികളുടെ യോഗം ചേർന്നു. പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ ജ്യോതിപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. കമ്മിറ്റിക്കാർക്ക് പെരുന്നാൾ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. ആന പരിപാലന ചട്ടം, സമയക്രമം എന്നീ യോഗ തീരുമാനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് SI പറഞ്ഞു. പോലീസിന്റെ സാന്നിധ്യത്തിൽ 9ഓളം പ്രാദേശിക കമ്മിറ്റിക്കാർ പകൽ സമയത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമയം ക്രമം നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. നവംബർ 20-21 വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി നടക്കുന്ന വലിയ പെരുന്നാൾ ആഘോഷം. പ്രാദേശിക പെരുന്നാൾ കമ്മിറ്റികൾക്കുള്ള ദേശങ്ങളിൽ ഉയർത്താനുള്ള ആശീർവദിച്ച പെരുന്നാൾ കൊടികൾ വികാരി കമ്മിറ്റിക്കാർക്ക് നൽകി. യോഗത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ അധ്യക്ഷനായി. CPO K റഫീഖ്, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 മേഖലാ പദയാത്രകൾ നടന്നു. BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് കല്ലഴിക്കുന്നത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്ത ജാഥ ക്യാപ്റ്റൻ കുന്നംകുളം BJP മണ്ഡലം ട്രഷറർ വിഗീഷ് അപ്പുവിന് പതാക കൈമാറി. മങ്ങാട് ദേവീ ക്ഷേത്ര പരിസരത്ത് നിന്ന് BJP സംസ്ഥാന സമിതി അംഗം ശ്രീ ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്ത ജാഥ ക്യാപ്റ്റൻ BJP പഞ്ചായത്ത് പ്രസിഡന്റ് MB വിനോദ് കുമാറിന് പതാക കൈമാറി. 2 പദയാത്രകളും പോർക്കുളം സെന്ററിൽ സമാപിച്ചു. സമാപന സമ്മേളനം BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ KR അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ പ്രഭാകരൻ പുഴങ്കര അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രേമദാസ് സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുജിത് അഗതിയൂർ നന്ദിയും പറഞ്ഞു. മണ്ഡലം സെക്രട്ടറിയും അഗതിയൂർ വാർഡ് മെമ്പർ നിമിഷ വിഗീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. ശ്രീകൃഷ്ണ കോളേജിൽ സയൻസ് എക്സ്പോയും അവാർഡ് ദാനവും. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഭൗതികശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച ഫിസിക്സ് വിഭാഗം മേധാവിയായ ഡോക്ടർ ഗീത കെയുടെ സ്മരണാർത്ഥം സയൻസ് എക്സ്പോ സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഐസിൽ ദീപനാളം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ ശ്രീകൃഷ്ണ കോളേജിലെ ഏറ്റവും മികച്ച സയൻസ് വിദ്യാർത്ഥിക്ക് ഡോക്ടർ K ഗീത സയൻസ് എക്സലൻസ് അവാർഡ് 2025 നൽകി. BSc ഗണിതശാസ്ത്ര വിദ്യാർത്ഥിനിയായ നയന EVക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഡോക്ടർ VK വിജയൻ കൈമാറി. ഫിസിക്സ് വിഭാഗത്തിൽ മികച്ച മാർക്ക് നേടിയ ആദിത്യ PVക്ക് 2012-15 ഫിസിക്സ് പൂർവ്വ വിദ്യാർത്ഥികൾ ഏർപ്പെടുത്തിയ ഡോക്ടർ ഗീതയുടെ പേരിലുള്ള അവാർഡ് കൈമാറി. തുടർന്ന് ഗ്രാവിറ്റി മുതൽ ക്വാണ്ടം വരെ എന്ന വിഷയത്തിൽ കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ ഡയറക്ടറായ ശ്രീജിത്ത് VS വിഷയാവതരണം നടത്തി. ഉച്ചയ്ക്ക് ശേഷം റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിൽ IES ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ജോൺ ചെമ്പൂക്കാവ് സംസാരിക്കുകയും വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നടത്തുകയും ചെയ്തു. IQAC കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജ TD, കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് മിസ്ബ, PTA വൈസ് പ്രസിഡന്റ് VB സാബു എന്നിവർ സംസാരിച്ചു. ഭൗതികശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് KR സ്വാഗതവും ഫിസിക്സ് അസോസിയേഷൻ സെക്രട്ടറി അഭിഷേക് KK നന്ദിയും പറഞ്ഞു. ശതാബ്ദി വർഷത്തിൽ ഇരട്ടി മധുരവുമായി സെന്റ് മേരീസ്. നവംബർ 11, 12, 13, 14 തീയതികളിലായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിൽ 63 പോയിന്റ് നേടി മറ്റും സെന്റ് മേരീസ് CLP സ്കൂൾ അഗ്രിഗേറ്റ് 2ാം സ്ഥാനം നേടി കലാകിരീടത്തിൽ മുത്തമിട്ടു. പങ്കെടുത്ത 13 ഇനങ്ങളിൽ 12 എണ്ണത്തിലും A ഗ്രേഡ് കരസ്ഥമാക്കി സെന്റ് മേരീസിന്റെ ചുണക്കുട്ടികൾ വെന്നിക്കൊടി പാറിച്ചു. കഥാകഥനത്തിൽ വയനാട്ടിലെ ചൂരൽമലയിലെ ഹൃദയസ്പർശിയായി കഥ അവതരിപ്പിച്ച ദേവസേന A പ്രസാദ് A ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സംഘഗാനം, ദേശഭക്തിഗാനം, തമിഴ്, കന്നഡ പദ്യം ചൊല്ലൽ, നാടോടി നൃത്തം, ഭരതനാട്യം തുടങ്ങി വിവിധങ്ങളായ മത്സരങ്ങളിൽ കുട്ടികൾ മികച്ച വിജയം നേടി. വിജയികളെ അഭിനന്ദിക്കുന്നതിനായി കൂടിയ അനുമോദന സദസ്സിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷാലി മരിയ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ച് സംസാരിച്ചു. ശ്രീമതി പ്രസി ജോർജ്, ശ്രീമതി ആശ ടീച്ചർ എന്നിവർ വിജയികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു.
അറബിക് സാഹിത്യോത്സവത്തിലും 41 പോയിന്റ് നേടി അഗ്രിഗേറ്റ് 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഖുർആൻ പാരായണം, പദനിർമ്മാണം, അഭിനയഗാനം, സംഘഗാനം തുടങ്ങി വിവിധ ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രതിഭ തെളിയിച്ചു. മറ്റം സെന്റർ ചുറ്റിയുള്ള ആഹ്ലാദ പ്രകടനത്തിന് അധ്യാപകരായ സിസ്റ്റർ ലിനി മരിയ, സിസ്റ്റർ അനില കണ്ണനായ്ക്കൽ, ശ്രീമതി നിസ്മി ജെയിംസ്, മിസ് റോസ്മരിയ എസ് അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. മധുരപലഹാര വിതരണം വിജയാഘോഷത്തിന് മാറ്റുകൂട്ടി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുരസ്കാരം ഏറ്റുവാങ്ങി. എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന വിഷയത്തിൽ ലിറ്റിൽ കൈറ്റ്സ് ആൻഡ് കൈറ്റ്സ് വിക്ടേഴ്സ് സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാനതല റീൽസ് നിർമ്മാണ മത്സരത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ശനിയാഴ്ച പാലക്കാട് നടന്ന ചടങ്ങിൽ കൈറ്റ് സിഇഒ അൻവർ സാദത്ത്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് എന്നിവർ ചേർന്ന് പുരസ്കാര വിതരണം നടത്തി. സ്കൂളിനെ പ്രതിനിധീകരിച്ച് ലിറ്റിൽ കൈറ്റ് മെന്റർ സന്തോഷ് ബാലകൃഷ്ണനും ലിറ്റിൽ കൈറ്റ് ടീമിനെ പ്രതിനിധീകരിച്ച് അദ്രിനാഥും പുരസ്കാരം ഏറ്റുവാങ്ങി. 5000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് ബഹുമതി. വിജയത്തിനായി ലിറ്റിൽ കൈറ്റ് അംഗങ്ങളും സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തവും ശ്രദ്ധേയമായി. സംസ്ഥാന തലത്തിൽ 1555 സ്കൂൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് ചാലിശ്ശേരി സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചത്. തൃത്താല ഉപജില്ലയിൽ നിന്ന് അംഗീകാരം ലഭിച്ച ഏക സ്കൂൾ കൂടിയാണ് ചാലിശ്ശേരി. ലിറ്റിൽ കൈറ്റ് മെന്റർമാരായ സന്തോഷ് ബാലകൃഷ്ണൻ, സ്മിത, കലാധ്യാപകൻ ബാഗേഷ് എന്നിവരുടെ മാർഗനിർദ്ദേശവും സഹ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സമഗ്രമായ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണിതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. തൃശൂരിൽ UDF പഞ്ചായത്ത് പ്രസിഡന്റ് BJPയിൽ ചേർന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുജിഷ കള്ളിയത്താണ് BJPയിൽ ചേർന്നത്. കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭ സുരേന്ദ്രൻ, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിലാണ് അംഗത്വമെടുത്തത്.